ഡോക്ടർ അരുൺകുമാറിനെതിരെ പോക്സോ കേസ് ചുമത്തുകയും അദ്ദേഹത്തെ ഒന്നാം പ്രതിയെ ആക്കുകയും ചെയ്ത ഒരു വ്യാജ പോക്സോ കേസിനെ കുറിച്ച് നമ്മൾ ഇത് കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് വ്യാജ പോക്സോ കേസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രീതിയിൽ ടിവിയുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിച്ചതിന് ഒരു കുട്ടിയെ സെക്ഷൽ ഹരാസ്മെന്റ്, പോക്സോ തുടങ്ങിയ വകുപ്പുകളിൽ ചാർജ് ചെയ്യുന്നത് മണ്ടത്തരമാണ്. ഈ നാടിന് ഭ്രാന്തായതാണ്. നമ്മുടെ പോലീസ് സംവിധാനത്തിലെ ചിലർക്ക് ഭ്രാന്തായതാണ്. അല്ലെങ്കിൽ ആ കേസൊക്കെ അപ്പോഴേ തൂക്കി എറിയേണ്ടതാണ്. പക്ഷേ നാട്ടുകാരോ ഈ പെൺകുട്ടിയല്ല, ശ്രദ്ധിക്കണം, ഈ പെൺകുട്ടി പരാതി കൊടുത്തിട്ടില്ല, പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ പരാതി കൊടുത്തിട്ടില്ല. നാട്ടിലിരിക്കുന്ന ബാക്കിയുള്ളവന്മാർക്കാണ് ഇതിൽ വലിയ താല്പര്യം. അപ്പൊ അരുൺകുമാറിനോട് ദേഷ്യം തീർക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. എനിക്കും അരുണിനോട് ഭയങ്കര ദേഷ്യമാണ്. അരുണിന്റെ എന്ത് വാദഗതി കിട്ടിയാലും അതിനെ നിലത്തടിച്ച് മുഖത്തിരിട്ട് എന്താ ചെയ്യണമെന്ന് അതായത് മൂക്ക് താഴെ ഉരയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത് അരുൺകുമാറിന്റെ വാദഗതികളുടെയാണ്, അരുൺകുമാറിന്റെ അല്ല. അരുൺകുമാർ എന്ന വ്യക്തിയെയല്ല, വാദഗതിയാണ് വിയോജിക്കുന്നത്. ഇനി ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം ശ്രീ സുരേഷ് ഗോപിയോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. ശ്രീ സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നന്മയുള്ള നമ്മുടെ MP ആണ്, കേന്ദ്രത്തിൽ മന്ത്രിയാണ്. ശ്രീ സുരേഷ് ഗോപിയെ ഏറ്റവും അധിക്ഷേപിച്ചിട്ടുള്ള, അപമാനിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ഡോക്ടർ അരുൺകുമാറാണ്. സുരേഷ് ഗോപിയെ ഏറ്റവും മോശമായി പറഞ്ഞിട്ടുള്ളത്. സുരേഷ് ഗോപി എന്ത് പറഞ്ഞാലും അതിനെ ട്രോളുകയും ആക്രമിക്കുകയും ആശയപരമായി ആക്രമിക്കുകയും മറ്റും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ അരുൺ. സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകരുടെ തോളത്ത് തട്ടിയപ്പോൾ നിങ്ങൾ അങ്ങനെ വലിയ വാത്സല്യമൊന്നും തരണ്ട, വേണമെങ്കിൽ ഉത്തരം പറഞ്ഞാൽ മതി എന്നും, സുരേഷ് ഗോപി ബ്രാഹ്മണ സമുദായത്തിന്റെ പരിപാടിക്ക് വന്ന് പൂജാ കാര്യങ്ങളിൽ ഏർപ്പെടണം, അദ്ദേഹത്തിന് ഈ ഒരു ജന്മം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ അതിനെ അതിശക്തമായി ട്രോൾ ചെയ്തും പലയിടം നമ്പൂതിരിയെ ട്രോൾ ചെയ്തതും ഒരുപാട് പേരെ അങ്ങനെ യാതൊരു മയവും ദാക്ഷിണ്യവും ഇല്ലാതെ ആക്രമിക്കുന്ന, ആശയപരമായി ആക്രമിക്കുന്ന വ്യക്തിയാണ് അരുൺ. എന്നെ അടക്കം എത്രയോ സമയം ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ അരുൺ ആക്രമിച്ചിരിക്കുന്നു. എനിക്ക് ശ്രീ സുരേഷ് ഗോപിയോടുള്ള അഭ്യർത്ഥന, ഈ അവസരത്തിൽ അരുണിനെതിരെയുള്ള ഈ വ്യാജ പോക്സോ പരാതിക്കെതിരെ ശ്രീ സുരേഷ് ഗോപി പ്രതികരിക്കണം എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം അതാണ് നന്മയുടെ പ്രതികാരം, അതാണ് മധുര പ്രതികാരം. ശ്രീ അരുൺ ഇനിയും നന്നാവുമെന്നോ ശ്രീ സുരേഷ് ഗോപിയെ കുറെ കൂടെ ബഹുമാന പുരസ്സരം കാണുമെന്നോ ഒന്നും എനിക്ക് വിശ്വാസമില്ല. ശ്രീ അരുൺ എന്നും അദ്ദേഹത്തിന്റെ ഈ നെഹ്റുവിയൻ ലിബറൽ ഫെമിനിസ്റ്റ് നിലപാടുകൾ തുടരുമായിരിക്കും. പക്ഷെ അരുൺ അല്ല നമ്മൾ കുറെ കൂടെ സത്യത്തിലും ധർമ്മത്തിലും നീതിയിലും സത്യത്തിലും ഒരു മധ്യപാതയിലും ഒക്കെ വിശ്വസിക്കുന്നവരാണ്, വിശ്വസിക്കേണ്ടവരാണ്. ആ നന്മ കേരളത്തിലുള്ളത് ശ്രീ സുരേഷ് ഗോപിക്കാണ്. BJP മുകേഷ് രാജിവെക്കണമെന്ന് പറഞ്ഞ് ശക്തമായി പ്രക്ഷോഭം നടത്തുന്നതിനിടെ മുകേഷ് എന്തിനാണ് രാജിവെക്കുന്നതെന്ന് രോഷത്തോടെ മനസ്സിലെ ദേഷ്യം മുഴുവൻ വാക്കുകളിലേക്ക് ആവാഹിച്ചു സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരോട് ചോദിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ നന്മ. ആ മനുഷ്യന്റെ മഹത്വം അതാണ്. കക്ഷി രാഷ്ട്രീയം ഒന്നും നോക്കില്ല, ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നന്മയുണ്ടെങ്കിൽ ശ്രീ സുരേഷ് ഗോപി നന്മയുടെ കൂടെ നിൽക്കും. കേരളത്തിൽ ആരെങ്കിലും അങ്ങനെ എന്താ പറയണേ രാഷ്ട്രീയ അവസരങ്ങൾ മറന്ന് നന്മയുടെ കൂടെ നിൽക്കുമെങ്കിൽ അങ്ങനെ ഒരാൾ ശ്രീ സുരേഷ് ഗോപിയാണ്. നമുക്കറിയാം അരുൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറൽ ചിന്താധാര, അങ്ങനെ പറയുന്നതായിരിക്കും കറക്റ്റ്, ലെഫ്റ്റ് ലിബറൽ ചിന്താധാരയുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ്. ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാ BJPയും കോൺഗ്രസ്സുകാരും അരുണിനെതിരെയുള്ള ഈ വ്യാജ പോക്സോ പരാതിക്ക് എതിരെ പ്രതികരിക്കണമെന്നുള്ളതാണ്. നമ്മൾ ഇതൊരു അവസരമായിട്ട് എടുക്കരുത്. അരുണിനെ ചവിട്ടി തേക്കാനും ചവിട്ടി താഴ്ത്താനും കുട്ടികളെ മോശമായി പറഞ്ഞു എന്നൊന്നും പറയരുത്. അത് ദൈവം പൊറുക്കില്ല. കാര്യം അരുണ് ഷാബാസിനോട് വളരെ തമാശയ്ക്ക് പറഞ്ഞ, അതായത് ഷാബാസ് കഴിഞ്ഞ ദിവസം കവർ ചെയ്തതിനെ കുറിച്ച് ടീസ് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ലൈംഗിക അതിക്രമമാണ് കുട്ടിയോടെന്നൊക്കെ പറയുന്നത് ദൈവം പൊറുക്കില്ല. ഞാൻ വേറൊരു വാക്ക് പറയാൻ വന്നതാണ്, ശരിയല്ല, അതുകൊണ്ട് പറയാത്തത്. അതുകൊണ്ട് ദൈവം പൊറുക്കില്ല, നമുക്ക് നന്മ വേണം. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന, ശ്രീ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ അരുൺകുമാറിനെതിരെയുള്ള ഈ വ്യാജ പോക്സോ കേസിൽ അരുൺകുമാറിനെ പിന്തുണയ്ക്കണമെന്നുള്ളതാണ്. അത് അരുണിന് വേണ്ടിയിട്ടല്ല, ഈ വ്യാജ പോക്സോ കേസുകൾ നമ്മുടെ നാടിന് ആപത്താണ്. നാളെ ആർക്കെതിരെയും വരാമെന്നുള്ളൊരു ധാർമ്മിക നിയമ പ്രശ്നമാണ്. അതിശക്തമായി അത് ചെയ്യാൻ കേരളത്തിൻ്റെ നേതാവായി ഞാൻ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രമുഖ നേതാവും കേന്ദ്രത്തിൽ മന്ത്രിയുമായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപിക്ക് കഴിയും എന്നെനിക്കൊരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം ഇന്നലെ മറുനാടൻ മലയാളിയിലടക്കം വന്ന അരുണിനെതിരെയുള്ള വിമർശനത്തിൽ ശ്രീ ഷാജൻ സക്രിയ സാർ കൊടുത്ത പോക്സോ നിയമങ്ങളിൽ രസകരമായൊരു കാര്യമുണ്ട്. അതിൽ അദ്ദേഹം വായിക്കാതെ വിട്ടൊരു വരിയും കൂടെ ഞാൻ വായിക്കാം. അതായത് ഇത് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് കുട്ടികളോട് അരുൺ ചെയ്തതെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിൻ്റെ പണിഷ്മെന്റിലേക്കൊക്കെ പോയി. ശ്രീ മറുനാടൻ മലയാളി അതിൻ്റെ ഏകദേശം 5 മിനിറ്റ് 5 സെക്കൻഡിലാണ്. മറുനാടൻ മലയാളിയുടെ വീഡിയോയിലെ 5 മിനിറ്റിലെ 5 സെക്കൻഡിലുള്ള സ്ഥലത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ എന്താ അറിയാവോ? എനി ക്വസ്റ്റ്യൻ വിച്ച് ഇൻവോൾവ്സ് സെക്ഷൽ ഇന്റന്റ് ഷാൽ ബി എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. ഈ സെക്ഷൽ ഇന്റന്റ് എന്നൊരു കാര്യം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട് ആയിരിക്കും, അതൊരു വസ്തുതയായിരിക്കും, അതൊരു വ്യാഖ്യാനമോ നമ്മുടെ തോന്നലോ ഒന്നും ആയിരിക്കില്ല. ഈ സെക്ഷൽ ഹരാസ്മെന്റ് മുഴുവൻ വരണമെങ്കിൽ മെൻസ്രിയ വേണം, അല്ലെങ്കിൽ ഇന്റൻഷൻ വേണം, ഉദ്ദേശം വേണം. അരുണിന് ആ പെൺകുട്ടിയോട് അങ്ങനെ മോശം ഉദ്ദേശം ഉണ്ടെന്ന് കണ്ണുള്ള ഏതെങ്കിലും ഒരുത്തൻ പറയൂ? മനസാക്ഷിയുള്ള ഏതെങ്കിലും ഒരുത്തൻ പറയൂ?
ഷാബാസിനുണ്ടെന്ന് പറയൂ. ഷാബാസ് പിന്നെയും ആ കുറിച്ചോട് കുറച്ചുകൂടെ തമാശയ്ക്കും ലളിതമായിട്ടും ലഘുവായിട്ടും ഒക്കെ സംസാരിച്ചു. അരുണെ ഒന്നാം പ്രതിയായിട്ട് കേസെടുത്തിരിക്കുകയാണ്. എന്ത് ന്യായമാണിത്? എന്ത് നീതിയാണിത്? അതുകൊണ്ട് ശക്തമായി ഡോക്ടർ അരുൺകുമാർ കോടതിയിൽ പോരാടണം. നാളെ ഞാനും അരുണും ഇതേപോലെ ചാനൽ ചർച്ചയിരിക്കുമ്പോൾ അരുണിന്റെ എല്ലാ വാദഗതികളെയും നിലത്തടിക്കാനും ആ വാദഗതികളുടെ മൂക്കും നിലത്ത് വെച്ച് ഉരയ്ക്കാനും ഞാൻ നോക്കും. പക്ഷേ അരുൺകുമാറിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനല്ല, അപമാനിക്കാനല്ല. ആ നിലപാട് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരണം. അതുകൊണ്ട് അരുൺ ലെഫ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഐഡിയോളജിക്കൽ ലെഫ്റ്റാണ്, CPM-ന്റെ അർത്ഥത്തിലല്ല, ഒരു വിശാല അർത്ഥത്തിൽ ഐഡിയോളജിക്കൽ നെഹ്റുവിയൻ, ഗാന്ധി ടു നെഹ്റു ഉള്ള ലെഫ്റ്റാണ്. പക്ഷേ എല്ലാ BJP-കാരും കോൺഗ്രസ്സുകാരും ഡോക്ടർ അരുണിനെതിരെയുള്ള ഈ വ്യാജ പോക്സോ കേസിനെതിരെ അതിശക്തമായി പ്രതികരിക്കാൻ മുമ്പോട്ട് വരണം. എനിക്ക് പ്രതീക്ഷ ശ്രീ സുരേഷ് ഗോപി ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഷൂട്ടിങ്ങിലാണ്, അദ്ദേഹം മന്ത്രിയാണ്, ഇത്തരം കേസുകളിൽ മറുപടി പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് അരുൺ എത്ര ശ്രീ സുരേഷ് ഗോപി അവഹേളിച്ചാലും അങ്ങനെ ഒരു തിന്മ അരുണിന് സംഭവിക്കുമ്പോൾ അതിൽ കൈയടിക്കുന്ന വ്യക്തി ആവില്ല സുരേഷ് ഗോപി എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് നന്മയുടെ പ്രതികാരം, അതാണ് മധുര പ്രതികാരം. ആ നീതിബോധത്തിലും ന്യായത്തിലുമാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുക. അതുകൊണ്ട് അരുണിനോടുള്ള വ്യക്തിവിരോധമൊക്കെ പിന്നെ നമുക്ക് നാളെ തീർക്കാം, അരുണിനെ ട്രോളി തീർക്കാം, അരുണിനോടുള്ള ചർച്ചയ്ക്ക് തീർക്കാം, അരുണിൻ്റെ വാദഗതികളെ അധിക്ഷേപിച്ച് അപമാനിച്ച് അവഹേളിച്ച് ആക്രമിച്ച് തീർക്കാം. അരുണിനെ വ്യക്തിപരമായി അവഹേളിച്ചല്ല, ആക്ഷേപിച്ചല്ല, അധിക്ഷേപിച്ചല്ല. ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാകണം. അതായത് ക്രിക്കറ്റിൽ ഷെയ്ൻ വോൺ ബോൾ ചെയ്യുമ്പോൾ സച്ചിൻ ഷെയ്ൻ വോണെ 6 അടിക്കുന്നത് ഷെയ്ൻ വോണിന്റെ ബോളിനെയാണ്. സച്ചിനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാൻ നോക്കുന്നത് ഷെയ്ൻ വോണിന്റെ ബോളാണ്. ആ ബോളാണ് ഇവിടെ വാദഗതി അല്ലെങ്കിൽ ആർഗ്യുമെന്റ്. അരുണിന്റെ ബോളിനെ 6 അടിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, അല്ലെങ്കിൽ അരുൺ ബൗൾ ചെയ്ത് ഔട്ടാക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അരുൺ എന്നെ ബൗൾ ചെയ്ത് ഗൂഗിളിട്ട് ഔട്ടാക്കാൻ നോക്കും, അല്ലെങ്കിൽ തിരിച്ച് ഞാൻ ബൗൾ ചെയ്യുമ്പോൾ അരുൺ എന്നെ 6 അടിക്കാൻ നോക്കും, അല്ലെങ്കിൽ ഞാൻ ഗൂഗിളിലൂടെ അരുണിനെ ഔട്ടാക്കാൻ നോക്കുകയാണ്, അല്ലെങ്കിൽ യോർക്കർ എറിഞ്ഞ് ഔട്ടാക്കാൻ നോക്കുകയാണ്. പക്ഷേ അത് വ്യക്തിപരമായ വിരോധമാകരുത്. ക്രിക്കറ്റിലെ ബാറ്റും ബോളും തമ്മിലുള്ള മത്സരം പോലെ ആവണം നമ്മുടെ വാദഗതികളുടെ മത്സരം, പ്രത്യയശാസ്ത്രങ്ങളുടെ മത്സരം, ചിന്താധാരകളുടെ മത്സരം, അല്ലാതെ വ്യക്തിപരമായി ആക്രമിക്കുകയല്ല. ആ ഉന്നതമായ നിലവാരം പുലർത്താൻ നമുക്ക് കഴിയട്ടെ. ഡോക്ടർ അരുൺകുമാറിന് എൻ്റെ പിന്തുണയുടെ ആവശ്യമൊന്നുമില്ല. റിപ്പോർട്ടറിൻ്റെ ചാനലിൻ്റെ പിന്തുണ ഉണ്ടാവും. അവരുടെ അഗസ്റ്റിൻ ബ്രദേഴ്സും അല്ലെങ്കിൽ അവരൊക്കെ ഇതേപോലെ വ്യാജ കേസിലൊക്കെ പെട്ടതാണ്. അതിൻ്റെ വേദനയൊക്കെ അവർക്കറിയാം. അതുകൊണ്ട് അവരൊക്കെ അരുൺകുമാറിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുമായിരിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു സാധാരണക്കാരനാണ്. പക്ഷേ അരുണെന്നുള്ളതല്ല, നാളെയും അരുണിനോട്ടൊരു നടി കൂടും, അതിനൊന്നും സംശയമില്ല. പക്ഷേ അരുണെന്നുള്ളതല്ല, ഈ അന്യായ പോക്സോ കേസുകൾ, വ്യാജ പോക്സോ കേസുകൾ നമ്മുടെ നാട്ടിൽ അവസാനിക്കണം. ആ അവസാനിക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രാർത്ഥന സ്വാമി അയ്യപ്പനോട്, ശ്രീ സുരേഷ് ഗോപിക്ക് ഇത് ശ്രദ്ധിക്കാനും ഇത്തരം വ്യാജ പോക്സോ ആണെങ്കിൽ അത് ശരിയല്ലെന്ന് പറയാനും നമ്മുടെ കേരളീയ പൊതുസമൂഹത്തെ ഉണർത്താനും കഴിയട്ടെ. അയ്യപ്പ ഭഗവാൻ അതിന് അദ്ദേഹത്തിന് ഊർജം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും.